പുലിയുടെ അടുത്ത കിഷ്കിന്ധകാണ്ഡം സൂപ്പർ ഹിറ്റ് ഉറപ്പാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും മമ്മൂക്കയുടെ ഒരു AI വേർഷൻ ചെയ്യുന്നത്. ആസിഫിയുടെ പെർഫോമൻസ് നന്നായിരുന്നു. പൊളിയായിട്ട് നല്ല മൂവി. പ്രത്യേകിച്ച് പറയേണ്ടത് മമ്മൂക്കയുടെ ഒരു AI ആയിട്ടുള്ള ഒരു വേർഷൻ വന്നിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് മമ്മൂക്കയുടെ നമ്മൾ പണ്ടൊക്കെ കണ്ടേക്കണ ഒരു 90s 80s കണ്ടേക്കണ മമ്മൂക്കയുടെ അതേ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അത് എന്തായാലും എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും മമ്മൂക്കയുടെ ഒരു AI വേർഷൻ ചെയ്യുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ചെയ്യുന്നത്. അതെന്തായാലും നന്നായിട്ടുണ്ട്. ഒന്നും പറയല്ല, സൂപ്പറാണ്, ഔട്ട്സ്റ്റാൻഡിങ്, നല്ല സിനിമ. നല്ല സസ്പെൻസാണ്, കണ്ടിരിക്കേണ്ട പടമാണ്. ആസിഫിൻ്റെ വൻ തിരിച്ച് തന്നെയാണ്. ജോബിൻ്റെ ഡയറക്ഷൻ സൂപ്പറായിട്ടുണ്ട്. അൻസുരയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. എന്താ വെച്ചാൽ ഒന്നും പറയല്ല കേട്ടോ. ഓരോ പടം ചെയ്യുമ്പോഴും കൂടുതലായിട്ട് ആൾ ഭംഗിയായിട്ട് ചെയ്തു വരികയാണ്. കാണേണ്ട പടം തന്നെയാണ്. ഒരുപാട് ഇതുണ്ട്, സസ്പെൻസ്, ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കണ്ടിരിക്കേണ്ടതാണ്. ആസിഫലിയുടെ മികച്ചൊരു പടം അടിപൊളിയായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്രൈം മിസ്റ്ററി ത്രില്ലർ കേട്ടോ, സൂപ്പർ. നമ്മുടെ കിഷ്കിന്ധകാണ്ഡം കാണുന്ന അതേ ഒരു എഫക്റ്റിൽ തന്നെ കാണാം. ക്രൈം ആണ് പടം. നല്ല പഴയ ഒരു കാതോടുകാതരം റെഫറൻസ് വെച്ചാണ്, ആ സിനിമയുടെ റെഫറൻസ് വെച്ചാണ് സിനിമ പോകുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്താണ്, നല്ലപോലെ പടം ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ചെയ്താണ് പടം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി ഒരു AI വർക്ക് മമ്മൂട്ടിയും കാണിക്കുന്നുണ്ട്. അതുപോലെ അത് ഭരതൻ്റെയൊക്കെ പഴയ കാലമൊക്കെ കാണിക്കുന്ന അതേപോലെ അതേ സ്റ്റൈലായിട്ട് എന്ന് വെച്ചാൽ ആസിഫലിയുടെ അടുത്ത കിഷ്കിന്ധകാണ്ഡം സൂപ്പർ ഹിറ്റ് ഉറപ്പാണ്. പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത് കേട്ടോ, സൂപ്പർ പടം. ത്രൂവായിട്ട് എൻഗേജ് എന്ന് വെച്ചാൽ അനശ്വരയാണ് മെയിൻ റോൾ. അതായത് ആസിഫിൻ്റെ അതേ റോൾ തന്നെയാണ് അനശ്വര ചെയ്തിരിക്കുന്നത്. അനശ്വരയ്ക്കാണ് മെയിൻ റോൾ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പടം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പഴയ ഒരു പടത്തിൻ്റെ റെഫറൻസ് വെച്ച് ഒരു പുതിയൊരു ക്രൈം എടുത്തിരിക്കുകയാണ്. പടം കലക്കി. ആസിഫിയുടെ പെർഫോമൻസ് നന്നായിരുന്നു, എനിക്ക് ഇഷ്ടമായി. സ്ലോ പേസ്ഡ് ആണെങ്കിലും എൻഗേജിങ് ആണ്. യെസ്, എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടു. പൊളിയായിട്ട് നല്ല മൂവി. തിയേറ്റർ മസ്റ്റ് വാച്ചബിളാണ്. ത്രൂ ആയിട്ട് നമുക്ക്, അതായത് തീരുന്നിടത്തൊന്ന് വീണ്ടും തുടങ്ങുകയാണ്. അത് ഞാൻ കണ്ടൊരു സ്പെഷ്യാലിറ്റി കേട്ടോ. എപ്പോൾ എന്താണ് നമ്മളിപ്പോൾ തീരുമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും അവിടെ നിന്ന് തുടർന്ന് പോകുന്നൊരു സ്ക്രിപ്റ്റ്, അതാണ്. നല്ല ഫീലാണ്, നല്ല ഹാപ്പി മൂഡിലാണ് പടം കണ്ടത്. നല്ല ചിത്രമാണ്. കാരണം നമുക്ക് ഒരിക്കലും ഒരു ലാഗൊന്നും അനുഭവപ്പെടുന്നില്ല. എപ്പോഴും നമ്മളൊരു ഉദ്യോഗം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രമൊക്കെ വരുമ്പോൾ ഭയങ്കര സ്പീഡും ബഹളമൊക്കെ ഉണ്ട്. ഇതൊരു നിശ്ചിത വേഗതയിൽ അങ്ങനെ പോവുകയാണ്. സിനിമ നന്നായിട്ട്, നല്ല അഭിനയം, നല്ല എല്ലാം കൊണ്ടും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. നല്ല പടമാണ്. കഥോട് നേരത്തിലുണ്ടായിരുന്നു ഞാൻ സിസ്റ്ററായിട്ട്. അതൊക്കെ അതിലുണ്ടല്ലോ. അത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സന്തോഷമാണ്. ഇത് അതായിരുന്നു ഞങ്ങൾ ഇവിടെ വരാൻ കാണാൻ വേണ്ടിയിട്ട് മോനെ കൂടി